നവരാത്രിയുടെ 2-ാം ദിവസം നാം ആരാധിക്കുന്ന ബ്രഹ്മചാരിണിയാണ്. ആദ്യത്തെ ദിവസത്തെ നമ്മൾ പാർവതിയുടെ ആ ബാലിക രൂപത്തെയാണ് ആരാധിച്ചതെങ്കിൽ 2-ാമത്തെ ദിവസം യൗവനത്തിലേക്ക് കടന്ന പാർവതിയാണ്. അതായത് മഹാദേവനെ കിട്ടുന്നതിനായിട്ട് നാരദരുടെ ഉപദേശപ്രകാരം അതികഠിനമായിട്ട് തപസ് ചെയ്യുന്ന പാർവതി. കയ്യിൽ ഉള്ളത് കമണ്ടലുമുണ്ട്, പിന്നെ ജപമാലയുമുണ്ട്. നല്ല വെള്ള വസ്ത്രം ധരിച്ച് ആണ് ദേവി ഇരിക്കുന്നത്. ഒരു കഠിനമായ തപസ്സാണ്. ഒരു ഇല പോലും ഭക്ഷിക്കാത്തതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന് പറയുന്ന പേരും കൂടി സിദ്ധിച്ചിട്ടുണ്ട്. അതിശോഭനമായിട്ട് മുഖത്തോടു കൂടി ഇരിക്കുന്ന ഈ ദേവി സർവാഭീഷ്ട പ്രദായിനി തന്നെയാണ്. ദേവിയെ സ്തുതിക്കുന്ന ശ്ലോകം പറയാം. ദധാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലോ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. അങ്ങനെ ഈ നാമം ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കാം. വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ ഒരു എന്താ പറയുക, അത്ഭുത സ്രോതസ്സ് തന്നെയാണ് ഈ ദേവി. അതുകൊണ്ട് നമ്മൾ ഈ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് തന്നെയല്ല, ഈ വിവാഹ തടസ്സം മാറുന്നതിന്, അതുപോലെ നമ്മളുടെ കാര്യസിദ്ധിക്കുള്ള എന്ത് തടസ്സവും മാറുന്നതിന് ഈ ദേവിയെ നമ്മൾ ഉപാസിക്കുന്നത് നല്ലതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദേവിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ ദേവിക്കും ഇഷ്ടം വെളുത്ത പുഷ്പങ്ങൾ തന്നെയാണ്. നമുക്ക് വെളുത്ത പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കാം. പിന്നെ ആദ്യത്തെ ദിവസത്തെ ദേവിക്ക് ഇഷ്ടം നെയ്യായിരുന്നെങ്കിൽ ഇത് നമ്മൾ സമർപ്പിക്കേണ്ടത് പഞ്ചസാരയാണ്. അങ്ങനെ 2-ാമത്തെ ദിവസത്തെ ഈ വ്രതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേവിയെ യഥാവിധി പൂജിക്കുക. വേണ്ട അനുഗ്രഹമൊക്കെ നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും തരും. കാരണം ഈ 10 ദിവസത്തെ നമ്മളുടെ ആ ഭഗവതിയോടുള്ള ആ പ്രാർത്ഥന, നമ്മളുടെ ആ പൂജ, നമ്മളുടെ ആ മനസ്സൊരുക്കിയുള്ള ആ ദേവിയോടുള്ള ആ ആരാധന, അത് വരുമ്പോൾ തന്നെ ദേവി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചോദിക്കാതെ തന്നെ തരും.